എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നമുക്ക് ടൈം പാസ് അടിക്കാനായിട്ട് ഓണത്തിൻ്റെയൊക്കെ ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടൈം പാസ് അടിക്കാനായിട്ട് ഒരു പ്രേതകഥ കേട്ടാലോ? പ്രേതകഥ കേൾക്കാൻ എത്ര ആളുകൾക്ക് താല്പര്യമുണ്ട്? ആളുകളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ ഇന്ന് ഞാനൊരു പ്രേതകഥ പറയാൻ പോകണം. കഥ എന്ന് പറഞ്ഞാൽ നടന്ന സംഭവമാണ്. മരിച്ചുപോയ ആളിൻ്റെ സാമീപ്യം ആ വീട്ടിലുണ്ടായപ്പോൾ ഉള്ള ഒരു അനുഭവമാണ്. ഒരു വ്യക്തി മരിച്ചതിൻ്റെ ശേഷം അയാളുടെ വീട്ടിൽ നിന്ന് വിട്ടുപോകാൻ പറ്റുന്നില്ല. അയാളുടെ വീട്ടുകാരുടെ സാമീപ്യം അയാൾക്ക് എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ അതിനായിട്ട് അദ്ദേഹം എന്നും രാത്രിയിൽ ആ വീട്ടിൽ ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇദ്ദേഹത്തെ കാണാൻ പറ്റുന്നില്ല, പക്ഷേ അയാളുടെ സാമീപ്യം അവിടെ ഉണ്ടാകുന്നു. കാരണം അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാൾക്ക് രാത്രിയിൽ സിറ്റിയിൽ അവിടെ ഒരു ചെറിയ ജംഗ്ഷനുണ്ട്. അവിടെ വൈകുന്നേരം 6 മണിക്ക് പോകുന്ന ഒരു പതിവുണ്ട്. തിരിച്ച് രാത്രി 7-8 മണിയോടുകൂടി അയാൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്നു. അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യം ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം കാല് ഇങ്ങനെ ഈ ചവിട്ടിയിൽ ഉരസുന്ന ഒരു സ്വഭാവമുണ്ട്. കാരണം കാലത്തെ ചെളിയോ മണ്ണൊക്കെ കളഞ്ഞിട്ട് കയറുന്നൊരു, എല്ലാവരും നമ്മളൊക്കെ അങ്ങനെ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു പരിപാടി ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം എന്തൊക്കെ അസുഖമായിട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹം മരിച്ചതിൻ്റെ ശേഷം ഇദ്ദേഹത്തെ അന്നൊന്നും കുഴപ്പമില്ല, കബറടക്കി. ഒരു സമുദായം, 3 സമുദായത്തിൽ ഒരു സമുദായം, ഞാൻ സമുദായം ഏതാണെന്ന് പറയുന്നില്ല. പിന്നെ അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് വെച്ചാൽ പ്രശ്നത്തിൻ്റെ അല്ല, പക്ഷേ നമ്മൾ സീക്രട്ടായിട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. ഇത് എന്നോട് വേറൊരാൾ പറഞ്ഞു തന്നതാണ്. അപ്പം ഇങ്ങനെ ഇദ്ദേഹം മരിച്ചു. ഇദ്ദേഹത്തെ കൊണ്ടുപോയി പിന്നെ എന്താ പറയുക, അടക്കം ചെയ്ത് അന്ന് ഒന്നും കുഴപ്പമില്ല. പിറ്റേ ദിവസം രാത്രി മുതൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സാമീപ്യം ഇതേപോലെ, ഞാൻ ഈ പറഞ്ഞ പോലെ രാത്രിയിൽ ഇദ്ദേഹം പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ, കടകളിൽ പോയി വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇതേപോലെ ചെരുപ്പ് ഊരിയിട്ട് കാല് ചവിട്ടി തൂക്കുന്ന ഒരു ശബ്ദം കേൾക്കാം. അപ്പോൾ ഇത് സംഗതി ഇവർക്ക് മനസ്സിലായി, ഇത് ആൾ തന്നെയാണെന്നുള്ളത്. കാരണം അദ്ദേഹം പോയി. അപ്പം ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, മരിച്ച ആളുകൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് ഉപദ്രവം ഉണ്ടോയെന്ന്. അവരാണോ ഈ പ്രേതം? അവർ തന്നെയാണ് ഈ പ്രേതമൊക്കെ ആയിട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇദ്ദേഹം രാത്രിയിൽ ഇദ്ദേഹത്തിൻ്റെ സാമീപ്യം അവിടെ ഉണ്ടായി. ഇവർക്കൊക്കെ ആ പേടിയായി കഴിഞ്ഞപ്പം ഇവരെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നങ്ങനെ ഒരു ദിവസം പോയെന്ന് തോന്നുന്നു. പിറ്റേ ദിവസം ഇവർ ഒരു പുരോഹിതനെ വിളിച്ചിട്ട്, അവിടെയുള്ള പുരോഹിതനെ വിളിച്ച്, ആ പള്ളിയിലുള്ള പുരോഹിതനെ വിളിച്ചിട്ട് ഇവർ ഇന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ സംഭവം ശരിയാണ്, ആളുടെ സാമീപ്യം ഇവിടെ ഉണ്ട്, ആളിവിടുന്ന് വിട്ടു പോയിട്ടില്ല. അപ്പം അദ്ദേഹം വന്നിട്ട് വേണ്ട രീതിയിലുള്ള ആ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ആ ശല്യം, അങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ടാകാത്തത്, അവിടെ ഒഴിഞ്ഞു പോയതിൻ്റെ കാര്യം. അപ്പോൾ ഇന്ന് പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. കാരണം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അവിടെ കിടക്കുന്നുണ്ടാവും. അയാളെ കൊണ്ടുപോയി അടക്കം ചെയ്ത സ്ഥലത്ത് അയാൾ അവിടെ ആ കുഴി കിടക്കുന്നുണ്ടാവും. അതിൽ നിന്ന് ഒരു ആത്മാവ് അതേ രൂപത്തിൽ, ഒരു വായു രൂപത്തിൽ ഒരു സാധനം ഇങ്ങനെ പാറി വരുവാണ്. അതാണ് ഈ ഭൂതം, ആത്മാവ് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? പ്രകൃതിദത്തമായിട്ടൊക്കെ ആത്മാവ് ഉണ്ടാകലുണ്ട്, പ്രേതങ്ങളൊക്കെ ഉണ്ടാകലുണ്ട്. പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്കുള്ള സംശയങ്ങൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇതിന് മുന്നേ ഈ ഹൊറർ വീഡിയോ, പ്രേതത്തിൻ്റെ ഈ വീഡിയോ തന്നെ 1-2 എണ്ണം ഇതിന് മുമ്പേ പങ്കുവച്ചിട്ടുണ്ട്. ഓരോ ആളുകൾക്കുണ്ടായ അനുഭവം. ഇതും അതുപോലുള്ളൊരു അനുഭവം തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചില ഏരിയകളിലൊക്കെ. അപ്പം ചില ആൾക്കാർക്ക് ഈ ഹൊറർ സ്റ്റോറി കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഏതായാലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇന്നൊരു കണ്ടൻറ്റ് എടുത്തിടാമെന്ന് കരുതി. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിന് ശേഷം ഇങ്ങനെ ഈ വഴി ചെയ്തതിൻ്റെ ശേഷമാണ് അങ്ങനെ നിന്നത്. അപ്പം എങ്ങനെയുള്ള ആളുകളാണ് ഈ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ദുർമരണങ്ങൾ മരിച്ച ആൾക്കാർ. ഈ മരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളെ ശരിക്ക് അതായത് സമുദായങ്ങളിൽ അടക്കുമായിരുന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള അവരിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഒരു ശല്യം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ചില ആഗ്രഹങ്ങൾ ഭൂമിയിൽ കൂടി നടന്നിട്ട് സാധിക്കാത്തവർ, ചില ആഗ്രഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രഹസ്യമായിട്ട് അത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ ആഗ്രഹം എന്താണെന്നുള്ളത് ഒരുമാതിരിപ്പെട്ട ഒരുവിധപ്പെട്ട ആളുകൾക്കൊക്കെ ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമുള്ളൂ, ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യമുള്ളൂ. അങ്ങനെയുള്ള ആളുകളും ഭൂമിക്കുടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് അവൻ ആ ആഗ്രഹം സാധിച്ചില്ല, ശരിക്കും സാധിച്ചില്ല. എവിടെയെങ്കിലൊക്കെ പോയിട്ട് ആഗ്രഹങ്ങൾ രഹസ്യമായിട്ട് സാധിച്ചിട്ടുണ്ടാകും. രഹസ്യമായിട്ട് സാധിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ അവന് ആ ആഗ്രഹത്തോടുള്ള ആ ആസക്തി വിട്ടു പോകുന്നില്ല. അങ്ങനെയുള്ള ആളുകളും ഈ ചുറ്റി നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം പിന്നെ ഈ കുറച്ച് കാലം മുമ്പ് യൂട്യൂബിൽ തന്നെ കണ്ടതാണ്. ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി അഡ്മിറ്റ് ആകുന്നു. അയാൾ എന്തോ അസുഖമായിട്ട് അഡ്മിറ്റ് ആവുകയാണ്. അങ്ങനെ അവിടെ കിടന്ന് അയാൾ മരിക്കുന്നു. മരിച്ച് അന്ന് രാത്രി അവിടെ ഇയാളെ ശുശ്രൂഷിച്ച നേഴ്സിൻ്റെ മുമ്പിൽ ഇയാൾ വരുന്നു. ഇതൊക്കെ യൂട്യൂബിൽ ഉണ്ടായതാണ്, സംഭവം ഉണ്ടായതാണ്. എവിടെയാണ്? നമ്മുടെ കേരളത്തിൽ തന്നെ എന്നും തോന്നുന്നു. കേരളത്തിലല്ല, പുറത്തോടോ ആണോ? കേരളത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായി. പക്ഷേ ഞാൻ കണ്ടു. പക്ഷേ അത് ശരിക്കും ആ വീഡിയോ ശരിക്കും എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇയാൾ വന്നിങ്ങനെ ഒറിജിനലിൻ്റെ ഈ നേഴ്സിൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാണ്. കാരണം ആ വീഡിയോ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോകും അല്ലേ? മരിച്ച ആൾ നമ്മളെ കുഴി കൊണ്ട് അയാളെ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള ഒരാളെ കാണുമ്പം അത് ഒറിജിനൽ മനുഷ്യനല്ല, അത് ഒന്നെങ്കിൽ ജിന്നായിട്ടാണ് വരുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെയുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പേടിക്കും അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെയും ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഇനിയും ഒരുപാട് ആളുകൾക്കുള്ള അനുഭവങ്ങളായിട്ട് ഞാൻ വരാം. ശരി, എന്നാൽ നിർത്തുന്നു. പോയി എല്ലാവർക്കും ഓണാശംസകൾ. ഓക്കെ.